ഇനിയാണ് ലുക്മാനുള്ള അടുത്ത ചോദ്യം. അതിഭീകര കാമുകൻ ആണോ ലുക്മാൻ? ഞാനെങ്ങനെ പറയാ എന്റെ പെണ്ണിനെ ഞാനൊന്ന് കണ്ടൊരു നേരം, അതാണ് ഇപ്പോഴും മനസ്സിലായി. പെണ്ണിനെ അവിടെ കണ്ടിട്ട് പിന്നെ അവിടെ പോയി എന്നാണ്. സിംഗിളാണ്, മിംഗിളാണ്. ഹാപ്പി വീഡിയോയിൽ കണ്ട അതുപോലെ തന്നെ ഇപ്പോഴും ഇതിലും. അതെ സത്യമായിട്ട് നീ അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മറ്റേ ശുഭദിനം ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? ശുഭദിനം കണ്ടുപിടിച്ചു ഞാൻ. സോറി, ശുഭദിനായിരിക്കും. പ്രായത്തിലൊന്നൊരു പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നു ഇവിടെ മനസ്സ്. ഞാൻ ഇപ്പോഴും ഒരു 23-22 സ്റ്റക്കാണ്. ഞാനും അല്ലേ? ഞാനും കോളേജിന്റെ താഴെ ഒരു ചായക്കടയുണ്ട്. ഭയങ്കര തിരക്കുണ്ടാവില്ലേ? ചായ കുടിക്കും, നൈസായിട്ട് ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ പോകും. പൈസ കൊടുക്കാണ്ട് ഇറങ്ങി ഓടുന്നത്. ഞാൻ അങ്ങനെ എന്തോ ചെറുപ്പത്തിൽ ഇതുപോലെ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ലേറ്ററാ അങ്ങനെ എന്തോ കാണാൻ രസമുള്ള എന്തോ സാധനം എടുത്ത് ഓടിണ്ട്. എനിക്ക് കുറെ ഓക്വേർഡ് ആയിട്ടുള്ള സംഭവം. ഞാൻ മറ്റേ ഷോപ്പിലെ മറ്റേ കള്ളന്മാരാണ്. നമ്മൾ മലയാളികൾക്ക് സിനിമ കാണുമ്പോൾ എസ്പെഷ്യലി ഭയങ്കര നാച്ചുറൽ ആക്ടിങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആവുമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിലേക്ക് ഇൻവോൾവ് ആവാൻ പറ്റും. അതുപോലെ ഭയങ്കര അതിഭീകര നാച്ചുറൽ ആക്ടിങ്, റോ ആക്ടിങ് ഉള്ള രണ്ടുപേരാണ് ഇന്ന് നമ്മുടെ ക്ലബ് എഫ് എമ്മിൽ. ലെറ്റ്സ് വെൽക്കം ലുക്മാൻ ആൻഡ് ദൃശ്യ ഔട്ട് ക്ലബ് എഫ് എം. വെൽക്കം. പ്രൊമോഷൻ കൊള്ളായിരുന്നല്ലേ? താങ്ക്സ്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. തുടക്കം തന്നെ ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ എപ്പോൾ ലുക്മാനെ കാണാൻ പറയുന്ന ഓർത്ത സംഭവം, ജാവ എന്ന് പറഞ്ഞ വാക്ക് മലയാളത്തിൽ സംസാര വിഷയമാക്കി രണ്ടുപേരാ. ഒന്ന് വിനയ് ഫോർട്ടും ഒന്ന് ലുക്മാനും. ഓപ്പറേഷൻ ജാവ. അതെ, അത് ലുക്മാൻ ആക്കിയത് ഓപ്പറേഷൻ ജാവ. കാര്യം അതില് എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ആമ്പിളർക്കൊക്കെ ഭയങ്കര കണക്ട് ആവണ ഒരു റോളായിരുന്നു. അപ്പൊ അത് ചെയ്തപ്പോൾ ആ ഒരു സംഭവം എന്ന് പറയും ലൈക്ക് ഇപ്പോഴും അതിന് ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റോളാണ്. അതെ തീർച്ചയായിട്ടും അതിന്റെ കട്ട്സ് ഒക്കെ ഇപ്പോഴും വരാറുണ്ട്. ഇപ്പോഴും റീൽസിൽ കാണുന്നുണ്ട്. അല്ല അത് സംഭവിച്ചത് ഉറപ്പായിട്ടും തരുൺമൂർത്തി എന്നുള്ളൊരു റൈറ്റർ ഡയറക്ടർ തന്നെയാണ്. പുള്ളി അന്ന് എന്നെ ചൂസ് ചെയ്യുന്നു ആ ക്യാരക്ടറിന്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് വിനയദാസ് എന്നാണ്. വിനയദാസ് എന്നുള്ള ക്യാരക്ടറിനെ എന്നെ ചൂസ് ചെയ്യുന്നു, ഞാനും ബാലും. അതെ. അപ്പം അത് അന്ന് ഉറപ്പൊന്നുമില്ല അത് ഇത്ര വലിയ ആളുകൾക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. പക്ഷെ നമുക്ക് ആ കഥ കേൾക്കുമ്പോഴേ അറിയായിരുന്നു ഓക്കെ നമ്മൾ അനുഭവിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് കുറേ അന്നത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് ആളുകൾക്ക് റിലേറ്റബിൾ ആയപ്പോൾ വർക്കായി. സത്യമില്ല. അതുപോലെ ഓപ്പറേഷൻ ജാവ 2 ഇറങ്ങാനുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഫാൻസിന് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരിടക്ക് അത് ഓപ്പറേഷൻ ജാവ 2 ഡ്രോപ്പ് ആവുന്നൊക്കെ നമ്മൾ കേട്ടായിരുന്നു. അപ്പൊ വിഷമാവും. അപ്പൊ വീണ്ടും തരുണിനെ വിളിച്ചിട്ട് പ്ലീസ് എന്തെങ്കിലും വഴിയുണ്ടോ. അപ്പൊ അല്ല അവൻ ഐഡിയ അങ്ങനെ വന്നിട്ടില്ലടാ എന്നൊക്കെ പറയും. പിന്നെ അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെടാ ഒരു ഐഡിയ വന്നിട്ടുണ്ട്, നമുക്കത് വർക്കൗട്ട് ചെയ്തെടുക്കാം, ഇങ്ങനെ ഐഡിയ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൊള്ളാം. ബാലുവിനും വിളിച്ച് പറഞ്ഞ് അപ്പൊ ഞാനും ബാലും സംസാരിച്ചു എടാ വീണ്ടും നമുക്ക് അതും ഇവിടെ അല്ല, കേരളത്തിലല്ല, ഓപ്പറേഷൻ കംബോഡിയയിലാണ്. അതും കൂടി കേട്ടപ്പോ പൊളിച്ച്. പിന്നെ രാജേട്ടനും അതിലൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി വന്നപ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്തു ഓപ്പറേഷൻ കംബോഡിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓപ്പറേഷൻ കംബോഡിയ ഈസ് ഗോയിങ് ടു കം. ഫാൻസ് പൊളിക്കും. അതുപോലെ സിനിമയിൽ ഇപ്പം ഈ മിഡിൽ ക്ലാസ് ഒരു മാൻ്റെ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ രണ്ടാളും ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രഗിൾസ് ഒന്ന് പറയോ? ദൃശ്യയുടെ കാര്യം പറയണേ കുറെ നാളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഹാപ്പി വെഡിങ്ങില് മറ്റേ പാട്ടുണ്ടല്ലോ, എന്റെ പെണ്ണിനെ ഞാനൊന്ന് കണ്ടൊരു നേരം, അതാണ് ഇപ്പോഴും മനസ്സിലായി. പെണ്ണിനെ അവിടെ കണ്ടിട്ട് പിന്നെ അവിടെ പോയി. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഞാൻ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു. പക്ഷെ ഹാപ്പി വെഡിങ്ങിൽ നിന്ന് കിട്ടിയ ആ ഒരു ബ്രേക്ക് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പോയി. ഞാൻ ആക്ച്വലി ഹാപ്പി വെഡിങ് ചെയ്യുന്ന സമയത്ത് +1 +2 ആ ഒരു റേഞ്ച് ആയിരുന്നു. യെസ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എന്തെങ്കിലും പ്രൊമോഷൻസിനൊക്കെ കോളേജിൽ പോകുമ്പോൾ എല്ലാവരും എന്നെ ചേച്ചി എന്ന് വിളിക്കണം. ഞാനാണെങ്കിൽ ഇപ്പം എനിക്ക് ആ
അതൊരു ഹാബിറ്റായിട്ട് ഇപ്പം എനിക്ക് ഞാൻ അത്യാവശ്യം പ്രായമുണ്ട്. അപ്പം ഞാൻ ആ ഒരു എന്നാലും പക്ഷെ ഞാനിപ്പോൾ ആ ഒരു ഹാബിറ്റിൽ എല്ലാവരും ചേച്ചി ചേട്ടാന്ന് ചെറുപ്പം തൊട്ടിട്ടേ അങ്ങനെ വിളിച്ച് ശീലിച്ചിട്ട് എല്ലാവരും ഇപ്പം ഞാൻ ചേച്ചി ചേട്ടാന്ന് ഇപ്പം വിളിക്കുന്നത്. നമ്മുടെ ഒരു മെച്യൂരിറ്റി കാരണം. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു. ഹാപ്പി വെഡിങ് റിലീസായ ആ ഒരു ടൈം പീരീഡിൽ +1 കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോളേജ് ജോയിൻ ചെയ്തു. കോളേജ് ജോയിൻ ചെയ്ത സമയത്ത് ഞാനൊരു തെലുഗു ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ചെയ്ത മൂവിയായിരുന്നു ജോൺ ലൂത്തറിലെ ജയേട്ടൻ്റെ സിസ്റ്ററായിട്ട്. അത് ചെറിയൊരു കഥാപാത്രമായിരുന്നു. അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഫുള്ളി ചെയ്യാൻ പറ്റില്ല, ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണം ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് എനോമി എന്ന് പറഞ്ഞൊരു മൂവി, അത് റിലീസായിട്ടില്ല. അത് എപ്പോഴാണ് റിലീസ്? നവംബർ ഡിസംബർ ആയിരിക്കും, എനിക്കറിയില്ല. ചിലപ്പോൾ മറ്റേ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. അത് കഴിഞ്ഞിട്ടാണ് അതിഭീകര കാമുകൻ ചെയ്യുന്നത്. പിന്നെ കാണാണ്ടിരിക്കൊന്നുമില്ല, ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവ് അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പറഞ്ഞ പോലെ ഹാപ്പി വെഡിങ്ങിൽ കിട്ടിയ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനി ഇഷ്ടംപോലെ കിട്ടും, കാര്യം ഇനി സജീവമായിട്ട് ഉണ്ടാവും എന്തായാലും മൂവീസ്. ഉണ്ടാവട്ടെ, ഞാനും പ്രാർത്ഥിക്കുന്നു. അതെ, പഠിക്കാൻ വേണ്ടി ഇച്ചിരി ഗ്യാപ്പ് പഠിക്കാൻ വേണ്ടിട്ട്. പിന്നെ +1 ആയിരുന്നല്ലോ അപ്പൊ. അത് തന്നെ, അത് ഞാൻ ഇപ്പഴാണ് അറിയണേ. പക്ഷെ അപ്പൊ തോന്നൂല +1 ആണ്, ഒട്ടും തോന്നിയില്ല. അത് എന്റെ പണ്ടത്തെ ഇന്റർവ്യൂസ് കണ്ടാ മനസ്സിലാവും. അതെ, ചെറിയ കുട്ടിയായിരുന്നു. എന്റെ വോയിസ് തന്നെ ഭയങ്കര ഒരു ഇതായിട്ടായിരുന്നു. ഇപ്പം അതിഭീകര കാമുകനാണ് സിനിമ. അതിഭീകര കാമുകൻ ആണോ ലുക്മാൻ? ഞാനെങ്ങനെ ഞാനിങ്ങനെ പറയാ. അല്ല, ആക്ച്വലി വേറൊരു കാര്യം, ഇത് ഞാനിപ്പോ ഇന്റർവ്യൂ കുറച്ച് റിലീസായതിലൊക്കെ ഞാൻ കണ്ടതില് കുറച്ച് ആൾക്കാർ അതിഭീകര കാമുകനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭീകരനാണോന്ന്. അത് ആൾക്കാർ ആക്ച്വലി കുറെ പേര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭീകരം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടോക്സിക് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല കൂടുതൽ എഫേർട്ട് ഇടുന്ന കാമുകനാണ്. എനിക്കത് മനസ്സിലായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ചുകൂടി സ്മാർട്ട് അങ്ങനെ ഭീകരമായിട്ടുള്ള ഒന്നും വിചാരിക്കുന്നത് നമ്മൾ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ പ്രേമത്തിന് വേണ്ടിയിട്ട് ഏതൊരു എക്സ്റ്റെന്റ് വരെ അല്ലെങ്കിൽ ഒരു പ്രേമം കാരണം സംഭവിച്ചിട്ടുള്ള ഭീകരതയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ സംസാരിക്കുന്നത്. അപ്പൊ അത് അർജുൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അനുവിന് അല്ല, ദൃശ്യക്ക് റിയൽ ലൈഫിൽ അതിഭീകര കാമുകന്മാരുടെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? എന്റെ ഇഷ്ടം പോലെ അല്ല, എന്റെ ലവ് ലൈഫില് ലൈക്ക് നമ്മള് ഒരു ലെവൽ ഒരു ഇതുണ്ടാവില്ല, അതിൽ ഞാനാണ് എപ്പോഴും കൂടുതൽ. അപ്പൊ ഞാനാണ് അതിഭീകര കാമുകി എന്റെ റിയൽ ലൈഫില്. അങ്ങനെ ഒരു കാമുകൻ വരട്ടെ. സിംഗിളാണ്, അല്ല നല്ല റൈറ്റ് പേഴ്സൺ വരുമ്പോ, അല്ലാണ്ട് അങ്ങനെ ധൃതിയൊന്നുമില്ല. ലുക്മാൻ 2 സിനിമ ഖാലിദ് റഹ്മാന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. 3 സിനിമ തല്ലുമാല, ആലപ്പുഴ. അതെ, 3 ഫിലിം. സോ എങ്ങനെയാ ഖാലിദ് റഹ്മാനായിട്ടുള്ള ആ ഒരു കോംബോ? റഹ്മാനായിട്ടുള്ള കോംബോ നല്ല കോംബോ ആണ്, അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര ഭാഗ്യമാണ് ഇൻ ദ സെൻസ് ആൻ ആക്ടർ റഹ്മാൻകാട്. അത് എന്താ വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ലക്ക് ഉണ്ടായതെന്ന് വെച്ചാൽ കറക്റ്റ് തുടക്കത്തിൽ തന്നെ റഹ്മാന്റെ അടുത്ത് വന്നിട്ട് പെട്ടെ അവിടെ കുടുങ്ങി. കറക്റ്റ് ഉണ്ടേക്ക് മുന്നേ നമ്മുടെ അനിൽ രാധാകൃഷ്ണൻ ഡയറക്ട് ചെയ്തൊരു പടമുണ്ട്, സപ്തമശ്രീ തസ്കര, നമ്മുടെ രാജേട്ടനും എല്ലാവരും ഉള്ള അനിലേട്ടൻ്റെ പടം. അനിലേട്ടൻ്റെ പടത്തിലാണ് ഞാൻ ഓഡിഷന് പോണത്. അതിൽ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു റഹ്മാൻ ഖാലിദാണ് എന്നെ ഓഡിഷൻ ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ സ്ഥലത്ത്. പക്ഷെ അതെനിക്ക് നല്ലൊരു സ്ഥലത്താണ് ഞാൻ ചെന്ന് പെട്ടത്. അത് പിന്നെ ഞങ്ങൾ സിനിമക്കപ്പുറം ഉള്ളൊരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായി. പക്ഷെ സൗഹൃദം മാത്രം കൊണ്ടല്ല, സിനിമ എന്ന് പറഞ്ഞത് അത് വേറെ തന്നെ ആണ്. അതിൽ ഞാൻ ഉണ്ടാവും. ഞാൻ അതിന്റെ ഇടയിൽ വന്ന സിനിമയിൽ ഞാൻ ഉണ്ടായിട്ടില്ല, ഒരു സിനിമയിൽ ഉണ്ടായില്ല. അതിന്റെ സങ്കടം ഉണ്ട്. എന്നോട് മിണ്ടാണ്ടൊക്കെ ഷൂട്ട് ചെയ്തത് അറിഞ്ഞ ഒന്നുമില്ല, ചെറിയൊരു പരിപാടി, അത് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം. അത് കൊറോണ സമയത്ത് അപ്പൊക്കെ മനസ്സിലായി ഒഴിവാക്കാനുള്ള. പക്ഷെ എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ആക്ടർ എന്നുള്ള എൻ്റെ കരിയറിൽ ഞാൻ എപ്പോഴും എനിക്ക് അവൻ്റെ പടം എത്ര തുടക്കം തന്നെ നമ്മൾ അവിടെ എത്തിയോണ്ടേ, അവൻ്റെ അത്രയും വലിയ ടീമിൻ്റെ നല്ല ആളുകൾ കൂടെ എത്തിയോണ്ട്
നമുക്കത് എന്നും ആവശ്യമാണ്. അതെ 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 കറക്റ്റ്. ഈ പറഞ്ഞ പോലെ ഖാലിദ് റഹ്മാൻ സിനിമയാണ്, അതിൽ ലുക്മാൻ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഏതിൽ അടിപൊളി റോളായിരിക്കും. നിങ്ങളുടെ ആ ഒരു കോമ്പോയുടെ ഒക്കെ ഫാൻസ് ആണ്. അതെ അതെ, അത് ഭയങ്കര സന്തോഷം അങ്ങനെ ഉണ്ടായി വന്നതിൽ. ഇപ്പോഴും നിങ്ങളുടെ മറ്റേ ശിബുദിനം ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? ശിബുദിനം കണ്ടുപിടിച്ചു ഞാൻ. അത് നല്ല കേട്ടിട്ടില്ല. ഒരു മിനിറ്റ്, ശിബുദിനം, സോറി ശുഭദിനം, ശുഭദിനായിരിക്കും. ശിബുദിനം മറ്റേ മാറിപ്പോയി എനിക്ക്. ശിബുദിനം വേറെ എന്തിനോ കേട്ടിട്ടില്ല. സ്ലിപ്പ് ഓഫ് ടങ് സ്ലിപ്പ് ഓഫ് ടങ് എന്ന് വിചാരിച്ചാൽ മതി. ശിബുദിനം മറ്റേ ഗുഡ് മോർണിംഗ് പറയില്ലേ, ശിബുദിനം ശുഭദിനം മോട്ടിവേഷൻ പറയില്ലേ. ശുഭദിനം ഉണ്ട്. അതെങ്ങനെയാ കണ്ടുപിടിച്ച്? അതൊക്കെ നമ്മള് കണ്ടുപിടി, ഒരാൾ പറഞ്ഞ. അപ്പൊ അതിലുള്ള ആൾ തന്നെ ആയിരിക്കുമല്ലോ. ചെറുതായിട്ട്. അപ്പോ ജിംഖാനയുള്ള ആളായിരിക്കും. അങ്ങനെയൊക്കെ കണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ. ഓ മൈ ഗോഡ്, റിസർച്ച്. അല്ല അത് ഞാൻ പിന്നെ പോകുമ്പോ ചോദിച്ചോളാം. അതെ അതെ, ഇത് കഴിഞ്ഞിട്ട്. ശുഭദിനം മറ്റൊന്നുണ്ടായില്ലേ, ഒരു പയ്യൻ റീൽ ഉണ്ടായില്ലേ, നിങ്ങൾ ജീവിക്കുക അങ്ങനെ നന്നായിട്ട് ജീവിക്കുക, ശിബുദിനം. അതിന്റെ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടായി. അങ്ങനെ തുടങ്ങി തന്നെയാണ് ആ ഒരു സമയത്ത് ആ റീലിരുന്ന് എല്ലാവരും കണ്ടിരുന്നത്. അതിന്റെ ഡയറക്ടർ ചെയ്തിരുന്നത്. ആ ഗ്രൂപ്പ് ആക്റ്റീവാ. അതെ. അതുപോലെ ഈ സിനിമയുടെ ട്രെയിലർ നമ്മൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ട്രെയിലർ കണ്ട് നമ്മൾ പടം ജഡ്ജ് ചെയ്യരുതെന്നാണ്. പക്ഷെ ആസ് എ നോർമൽ ഓഡിയൻസ് നമ്മൾ കാണുമ്പോൾ +2 കഴിഞ്ഞ് 6 വർഷമായി നിൽക്കുന്ന ഒരു ഹീറോ കോളേജിൽ ചേരുന്നു, അവിടെ ഒരു നായികയെ കണ്ടുമുട്ടുന്നു, എന്നിട്ട് അങ്ങനെ കുറച്ച് ഇഷ്യൂസ്. അപ്പോൾ ഈ സിനിമയുടെ കഥ ഇനിയിപ്പോൾ എന്തിനാ, സിനിമ ഓൾറെഡി ട്രെയിലറിലുണ്ടല്ലോ എന്നൊക്കെ കുറച്ച് കമന്റ്സ് കണ്ടു. അത് എന്താണ് എനിക്ക് റിപ്ലൈ പറയാനുള്ളത്? അല്ലല്ല, ആക്ച്വലി നിങ്ങൾ രണ്ടാളും പറയാനുള്ളത്. അല്ല ആക്ച്വലി എന്താന്ന് വെച്ചാൽ അത് ഒരിക്കലും ട്രെയിലറിൽ നമ്മൾ കംപ്ലീറ്റ് കഥ ഉണ്ടാവില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു റൊമാൻറ്റിക് മൂവിയാണ്, കംപ്ലീറ്റ് റൊമാൻറ്റിക്. ഈ റൊമാൻറ്റിക് മൂവീസിൻ്റെ ഒരു ടെംപ്ലേറ്റ് നമുക്കറിയാലോ. സ്വാഭാവികമായിട്ടും ഒരു പ്രണയം പറയുന്നു, കോളേജ് ചെല്ലുന്നു, പ്രണയം പറയുന്നു, അതിൽ വേറെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നു, പിന്നെ അതെന്ത് സംഭവിക്കുന്നു, അതെന്താ കാരണം, അതെന്തൊക്കെ ആവുന്നു എന്നുള്ളതൊക്കെയാണ് കഥ ഉണ്ടാവുക നോർമലി. ഇതിന് വേറെ കുറച്ച് ലെയേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ബേസിക് റൊമാൻറ്റിക് മൂവിൻ്റെ ഒരു ലെയർ മാത്രമേ ഇപ്പോൾ ട്രെയിലറേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ വേറെ ഫേസസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ അത് എന്തായാലും തിയേറ്ററിൽ വരുമ്പോൾ ആളുകൾക്ക് ഇതല്ലാതെ ഇതിൻ്റെ അപ്പുറം എൻജോയ് ചെയ്യാനുള്ളൊരു ഏരിയ കൂടി ഉണ്ടായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതൊന്നും ട്രെയിലറിൽ ഇല്ല. ഇല്ല, കുറെ ലേയേഴ്സ് കാണിക്കാത്ത ലേയേഴ്സ് ഉണ്ട്. അത് ഇനിയും അതാണ് മെയിൻ. ആക്ച്വലി കുറെ പേരെ കമന്റ്സ് വന്നു, ഇങ്ങനെ ഞങ്ങളും ടെൻഷനായി പോയി, ദൈവം ഇനി കഥ മൊത്തം വന്നു, സ്റ്റോറി എല്ലാ കഥ ഇതിലുണ്ടല്ലോ, ഫുൾ കഥയല്ലോ, ഇനിയിപ്പോൾ എന്തിനാന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ആളുകൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷമാണ്. ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, ആദ്യം തന്നെ ട്രെയിലറിൽ കണ്ട സീനാണ്, +2 എത്ര നാളായി? അപ്പൊ ഇങ്ങനെ അമ്മ 5-6 മാസം എന്ന് പറയുന്നത് 6 വർഷം. അങ്ങനെ ശരിക്കും റിയലി നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും അത് എല്ലാവർക്കും ഉണ്ടായിണ്ടാവല്ലോ. നമ്മൾ പഠിക്കുമ്പോ എന്തായി, എക്സാം പാസ്സായോ, PSC പഠിക്കാൻ പോകണമെന്നൊക്കെ, എന്തിനാ പോണത്, പിന്നെ മറ്റവന്റെ മോൻ പാസ്സായിട്ടോ, എന്തായി, ഒക്കെ ഇങ്ങനെ കമ്പാരിസൺ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അവന് ജോലി കിട്ടി, എന്താ അവന്റെ അവസ്ഥ, ഇവ ഇങ്ങനെ നടക്കുക തന്നെയല്ലേ. പക്ഷെ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുക, അതൊക്കെ ഒരു ഇതൊക്കെ നമ്മളിപ്പോൾ വേറെ വഴിയിലൂടെ നോക്കുമ്പോൾ അതൊരു തമാശയാണ്. ലൈഫിൽ അങ്ങനെ തന്നെയാ, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ അങ്ങനത്തെ അനുഭവങ്ങൾ. അതെ 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 ഉറപ്പായിട്ടും. ദൃശ്യം ഇത് ഭയങ്കര ഷോർട്ട് ആൻസർ ആണ് ഇവിടെ. ഇതാണ് പഠിച്ചത് ഇന്നലെ രാത്രി. എന്നാലും ഇവിടെ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. അതായത് ഇനി ഞാൻ ഇന്റർവ്യൂല് സംസാരിക്കുമ്പോ ഷോർട്ട് ആക്കണം, ഒന്നും ചോദിക്കില്ല. അതുപോലെ ലുക്കിന്റെ കാര്യത്തിന്റെ കമന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ദൃശ്യയുടെ ആണെങ്കിലും കറക്റ്റ് കമന്റ്സ് ഒക്കെ കറക്റ്റ് ആണ്. അതായത് ആ ഹാപ്പി വീഡിയോയിൽ കണ്ട അതുപോലെ തന്നെ ഇപ്പോഴും ഇതിലും ആക്ച്വലി നിങ്ങൾക്ക് മാത്രം തോന്നുന്നതായിരിക്കും. അല്ല, സീരിയസ്ലി അത് സത്യമായിട്ട് നീ അതുപോലെ തന്നെ അല്ല, അത് ബേസിക്കലി ഞാൻ ഹാപ്പി വെഡിങ് എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടായിരിക്കും. ഹാപ്പി വെഡിങ് ചെയ്തിരിക്കുന്ന സമയത്ത് പല ആൾക്കാരുടെ മൈൻഡിൽ ഞാൻ ഭയങ്കര ഒരു 25 ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇപ്പൊ 35 ആയിട്ടും അതേപോലെ തന്നെ ഇരിക്കണം. ആ മൈൻഡിലായിരിക്കാം മേ ബി ആൾക്കാരും. അങ്ങനെ അതല്ല, 35 ആയിട്ടില്ല, പക്ഷെ എന്നാലും ആ ഒരു മൈൻഡിൽ 10 വർഷത്തിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാവുമ്പോ അയ്യോ 35 ആയിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണോ എന്നുള്ള ആ മൈൻഡ് ആയിരിക്കും. പക്ഷെ ആക്ച്വലി ഞാൻ ആ സിനിമ ചെയ്യുന്ന
സമയത്ത് 15-16 ആ വയസ്സായിട്ടുള്ളൂ. അപ്പൊ കറക്റ്റാ. 38 അപ്പൊ അല്ല നിന്റെ എനിക്ക് പ്രായത്തിന്റെ പ്രായത്തിലൊന്നും ഒരു കാര്യം പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നത് ഇവിടെ മനസ്സ് എപ്പോഴും ഹൃദയം ശുദ്ധമായിരിക്കണം. അതെ, എനിക്ക് പ്രായം, എനിക്ക് ആക്ച്വലി അങ്ങനെ അത്ര പ്രായം തന്നെ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ ഇപ്പോഴും ഒരു 23-22 സ്റ്റക്കാണ്. ഞാനും അല്ലേ? ഞാനും നിങ്ങൾക്ക് അവിടെ സ്റ്റക്ക് ആവാ, ഞാനവിടെ സ്റ്റക്ക്. അല്ല, ഞാൻ സ്റ്റക്കാണ് റീസൺ ഉണ്ട്, എനിക്ക് അത്രേ ആയിട്ടുള്ളൂ. ഞാൻ ഇത് ഞങ്ങളോട് പറഞ്ഞു വേറെയോണ്ട്. ഇനിയാണ് ലുക്മാനുള്ള അടുത്ത ചോദ്യം. ഇപ്പോഴും പില്ലർ നമ്പർ 365 പോയി ചായ കുടിക്കാറുണ്ട്? എല്ലാം ഇൻസൈഡ് മാത്രമേ ഇരിക്കുള്ളൂ. അപ്പൊ അത് മനസ്സിലായി, ഇത് ഉറപ്പ ജിംഖാന. ഞങ്ങളുടെ ജിംഖാനയുടെ മെയിൻ ഞാനാട്ടോ അത് ഫസ്റ്റ്. ഷാജിക്കാടെ ഷാജിക്ക ഉണ്ടായിരുന്നു അവിടെ ആദ്യം, പെരിയോന് വയ്യാതെ പാടുമാർ. അപ്പോൾ ആ പില്ലറിൽ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞാൽ, ജിംഖാന്റെ ഷൂട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ പുലർച്ചെ വരെ ഷൂട്ട് ഉണ്ടാവും, ഫുൾ നൈറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 6 മണി, ഇതൊരു 6 മണി 6:15 5:45 തുറക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞങ്ങളെല്ലാവരും പാക്കപ്പ് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ആകെ 2 ബെഞ്ചേ ഉള്ളൂ, ഒരു 8 പേര് ഇരുന്നാൽ ഫുള്ളാവും, അവിടെ ഇരിക്കാൻ സീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം എത്തണം. അപ്പം എന്ത് ഈ റഹ്മാനാണ്, ഈ ഖാലിദ് റഹ്മാനാണെങ്കിൽ പാക്കപ്പ് പറഞ്ഞിട്ട് വേണമല്ലോ അതങ്ങോട്ട് പോവാൻ. അപ്പം പാക്കപ്പ് പറയുമ്പോൾ ഒന്ന് പറയാന്ന് അറിഞ്ഞാൽ തന്നെ ഞങ്ങളൊക്കെ ഓടിപ്പോയി കോസ്റ്റ്യൂം മാറി വേഗം വിടും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഷൂട്ട് കഴിഞ്ഞാൽ പാക്കപ്പ് അറിയില്ല, മെല്ലെ മൈക്ക് അവിടെ വെച്ചിട്ട് ഞാൻ കാർ എടുത്തു പോകും. നോക്കുമ്പോൾ ഡയറക്ടർ കാർ എടുത്തു രാവിലെ ഈ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിട്ടേ. അപ്പം എന്നിട്ട് അപ്പോൾ അവിടുന്ന് പാക്കപ്പ് പറഞ്ഞിട്ട് അപ്പൊക്കെ ഞങ്ങൾ പോയി ഓടിപ്പോയി കോസ്റ്റ്യൂം മാറി. ഞങ്ങൾ അതിന് തൊട്ട് മുന്നേ വയ്ക്കുക, റഹ്മാൻ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ മെല്ലെ മാറട്ടെ. ഇല്ല ഒരു ഷോട്ട് ഉണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യും, ഒരു ഷോട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ നിർത്തും. ഇവനും അസോസിയേറ്റ് കൂടിയിട്ട് നേരെ പോയിട്ട് സിനിമ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഇവരവിടെ അപ്പവും മീൻ കറിയും സ്ഥലല്ലേ എന്നിട്ട് അവരിരുന്ന് കഴിക്കും. ഇനി അടുത്തൊരു റൗണ്ടാണ്, അതിഭീകര റൗണ്ടിലേക്ക് പോണേ. നല്ല ഈസിയാ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഒരു ആൻസർ പറയാം. ഫസ്റ്റ് ലുക്മാനോടാണ്. അതിഭീകര കോളേജ് മെമ്മറി, ഒരു കോളേജ് മൊമെന്റ്. കുറെ ഉണ്ട് കോളേജിലെ, ഫുൾ അതിഭീകര മൊമെന്റ്. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആ 4 വർഷം, ഞാൻ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ ബിടെക് ആയിരുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് ആയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, ഇതുകൊണ്ട് ഈ പരിപാടി കൊണ്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് മനസ്സിലായി. ക്ലാസ് ഒക്കെ തുടങ്ങി, നമ്മൾ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടാണല്ലോ. ആകെ ഒരു അഡ്മിഷൻ കിട്ടി, NRI കോട്ടയിൽ അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയത്. എന്നിട്ട് ഞാനവിടെ ചെന്നിരുന്നിട്ട് ക്ലാസ് എടുക്കൽ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് നമുക്ക് ഒറ്റ പരിപാടി, മലയാളം മീഡിയത്തിൽ പഠിച്ചാണെങ്കിൽ അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ. അങ്ങനെ അപ്പം പിന്നെ എനിക്ക് മനസ്സിലായത് എനിക്കുള്ളതല്ല. പിന്നെ ഞാൻ തീരുമാനിച്ച സിനിമ, ഷോർട്ട് ഫിലിം സിനിമ. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും സിനിമ പോവുക, ആദ്യം ബോംബെ പോവാന്നുള്ളായിരുന്നു. മുംബൈയിൽ പോയി കൊട്ടേഷൻ ഞാനും നൗഫൽ ബായ് അവൻ, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് ബായ് ബായ് എന്നൊക്കെ വിളിച്ചിരുന്നു. ഹൈ ബായ്, ഇന്ന് കോളേജിൽ പോകണ്ടോ? ഇല്ല, എന്തായാലും മുംബൈ പോകണ്ടല്ലോ, വെറുതെ കോളേജ് പോയി സമയം കളയണ്ട, നമുക്ക് സിനിമക്ക് പോയല്ലോ. അപ്പോൾ സിനിമക്ക് പോകും. അങ്ങനെ ഞാനും ഭയ അതിന് തീരുമാനിച്ച്. അപ്പോൾ എല്ലാവരും കളിയാക്കുമായിരുന്നു, പിന്നെ നിങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ അവിടെ കോണ്ടാക്ട് ഉണ്ടാക്കി അവിടെ പോയി ആദ്യം നമ്മളൊരു ഹോട്ടലിൽ വർക്ക് ചെയ്യും. ആ സമയത്താണ് KGF-ന്റെ അങ്ങനെ അതായിരുന്നു ആദ്യ സ്വപ്നം. പിന്നെ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ സിനിമയായി, ഷോർട്ട് ഫിലിം സിനിമയ്ക്ക്. അപ്പോൾ അതുകൊണ്ടൊന്നും കോളേജിൽ പോക്കൊക്കെ ഭയങ്കര ഇതാ. അപ്പോൾ വേറെ ഏറ്റവും പെട്ടെന്ന് ആലോചിച്ചപ്പോൾ വന്നത് ഞങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഞാൻ കയറാൻ നിൽക്കുക, ഒരു കാരണമില്ല മുടക്കാൻ. യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടല്ലോ, ടെൻഷൻ. അപ്പോൾ കൂടുതലുള്ളവരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനും മുനീർ, അപ്പോൾ ഞാനിങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുക. കയറാൻ നിൽക്കുമ്പോൾ മുനീർ വിളിച്ചിട്ടാണ്, എടുക്കൂ എന്താ മൂഡ്? അപ്പം എല്ലാവരും യൂണിവേഴ്സിറ്റി എക്സാം അല്ലേ, അങ്ങനെ അമ്മന്ന് ഏതോ സിനിമ റിലീസ് ഉണ്ട്, പറഞ്ഞടാ നമുക്ക് സിനിമക്ക് പോയാലോ? ഷടാ യൂണിവേഴ്സിറ്റി എക്സാം മോശമല്ലേ, എക്സാം അല്ലേ, എന്തായാലും നമ്മള് പൊട്ടു എഞ്ചിനീയർ ഒന്നല്ല, എനിക്ക് നീ സിനിമ പറഞ്ഞാവാനല്ലേ, ഞാൻ ബിസിനസ് മാനാ. അന്ന് ബിസിനസ് മാനായി, പിന്നെ ഗുണ്ട മാറിയിട്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് കയറണ്ട. എന്നിട്ട് ഞാൻ കയറാൻ നിൽക്കുന്നത് ഞാൻ അത് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി യൂണിവേഴ്സിറ്റി എക്സാമിന്. ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് 2 പേര് തിരിച്ച് സിനിമ കടന്നു പോലെ. അപ്പൊ അവിടെ ഉള്ളൊരു സീൻ എന്താ പറയുക, കോളേജിൽ പറഞ്ഞ പഠനം കൊണ്ട് പഠനവും വരാന്തേലും മൊത്തം അപ്പുറത്തും ഇപ്പുറത്ത് അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, നമ്മളതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുക. പക്ഷെ എന്താ പേരൊക്കെ ഈ കാണിക്കുന്നത്.
അങ്ങനെ കുറെ മൊമെന്റ്സ് ഉണ്ട്. കോളേജിൽ ഞങ്ങള് ആൻസർ ഷീറ്റ് എടുക്കാൻ പോയത്, അതാണ് ഒരു അതിഭീകര, ശരിക്കും അതിഭീകര മൊമെന്റ് ആയിപ്പോയി യൂണിവേഴ്സിറ്റി പരീക്ഷക്കൊക്കെ അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളൊക്കെ ചേർത്തിട്ട്. വീട്ടിലറിഞ്ഞായിരുന്നു അതൊക്കെ? വീട്ടില് സപ്ലി ആയത് പിന്നെ അറിഞ്ഞു. നമുക്ക് എത്ര 32 സപ്ലി എന്താണ് 28 കുറവത് 64 സബ്ജക്ട് ഉണ്ടല്ലോ. അങ്ങനെ അല്ല ക്ലാസ്സിൽ പോലും കേറാണ്ട് 28 സപ്ലി ഉള്ളൂ. ഫസ്റ്റ് ഇയറിലൊക്കെ കയറിയായിരുന്നു. പിന്നെ എന്താ വെച്ചാല് പിന്നെ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് പിന്നെ നമ്മളെന്ത് അറ്റൻഡൻസ് കറക്റ്റ് എത്തിക്കും, അല്ലെങ്കിൽ ഇയർ ബാക്ക് ആവും. അതിഭീകര മൊമെന്റ്, കോളേജ് മൊമെന്റ്. ഇങ്ങനൊരു ഇത് ശരിക്കും അങ്ങനെ പറയാൻ പാടാത്തൊരു ടൈപ്പ് ഓഫ് ഇൻസിഡന്റ് ആണ് ഇത്. ആരും ചെയ്യരുത്, ഭയങ്കര പൊട്ട സ്വഭാവമാണ് അത് ചെയ്യണത്. അപ്പൊ എൻ്റെ കോളേജിൽ ആക്ച്വലി കൂടുതൽ ഗൈസ് ആയിരുന്നു, ആൺകുട്ടികളായിരുന്നു നമ്മുടെ കോഴ്സിൽ. അപ്പോൾ കോളേജിന്റെ താഴെ ഒരു ചായക്കടയുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ കുരുത്തക്കേടൊക്കെ ഇങ്ങനെ ഒപ്പിക്കാൻ ഇഷ്ടമാണ്, ആ ഒരു സംഭവം ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അപ്പൊ ഇവരിങ്ങനെ എല്ലാ ഇതിലും ഇവിടെ ചായക്കടയിൽ പോയി ഇങ്ങനെ ഭയങ്കര തിരക്കുണ്ടാവില്ലേ, ചായ കുടിക്കും, നൈസായിട്ട് ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ പോകും. അപ്പൊ ഇവരിത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്, പൈസ കൊടുക്കാണ്ട് ഇറങ്ങി ഓടുന്നത്. ഭയങ്കര പൊട്ട സ്വഭാവം. അതെ, കുഴപ്പമില്ല. അപ്പൊ ഇവരെന്റെ അടുത്ത് പറഞ്ഞ് ദൃശ്യ അങ്ങനെ ആരും മനസ്സിലാവുന്നില്ല ഒക്കെ പറഞ്ഞ് ഫുള്ളിങ്ങനെ എക്സൈറ്റഡ്. എനിക്ക് കുരുത്തക്കേട് ഒപ്പിക്കാൻ, അല്ലാണ്ട് 20 രൂപ അത്ര ചെറിയ പൈസയാ കൊടുക്കാനില്ലാണ്ടല്ല, പക്ഷെ കുരുത്തക്കേട് ഒപ്പിക്കാൻ ഒരു ഇതുകൊണ്ട്. യെസ്, അനാവശ്യമായിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അവിടെ മാഗി സാൻഡ്വിച്ച് എല്ലാം കിട്ടും. ഇവര് ചായ പാലൊക്കെ കുടിക്കാറില്ല. ഞാൻ ചേട്ടാ ഒരു മാഗി കൂടിപ്പോയി. അപ്പൊ ഈ മാഗി എന്നൊക്കെ കുറെ പേര് പറയാറില്ല, 1-2 പേര് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ എന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് മാഗിയുടെ പൈസ എന്നുള്ളൊരു സംഭവം. അപ്പൊ ഇവര് മാഗി എന്ന് പറഞ്ഞപ്പോ എന്റെ പണി പാളി എന്നുള്ള മൈൻഡ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ കഴിച്ചു പോന്നു. പിന്നെ എനിക്ക് അവിടേക്ക് പോവാൻ പറ്റിയിട്ടില്ല. കാണുന്നവരുടെ അടുത്തൊക്കെ ചോദിക്കും, മാഡം മാഗിയുടെ പൈസ തന്നില്ല. എനിക്ക് പേടിയായിരുന്നു. അതായത് ഞാനാണെങ്കിൽ മറ്റേ തിയേറ്റർ ക്ലബിലും ഡാൻസ് ക്ലബിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ സ്പോട്ടാണ്, എല്ലാ കുട്ടികളും വന്ന് ചായ കുടിക്കുന്ന ഒരു മെയിൻ സ്പോട്ടാണ്. അപ്പൊ ഈ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് മീറ്റ് ചെയ്ത് അങ്ങനെ ഇതായിട്ടാണ് പിന്നെ റൂമിലേക്ക് നമ്മളുടെ വീട്ടിലേക്ക് പോകാറുള്ളത്. അപ്പൊ എനിക്ക് ഇവിടെ പോകുമ്പോഴേക്കും ഞാൻ എനിക്ക് തുണി കഴുകാണ്ട് ഞാൻ PGക്ക് പോട്ടെ ഓടിപ്പോവും. അങ്ങനെ അവസാനം സോൾവ് ആയി. ഞാൻ സോറി ചേട്ടാ എന്നൊക്കെ പൈസ ഒക്കെ കൊടുത്തല്ലേ. അതെ, ഭയങ്കര ഒരു വിയേർഡ് ഓക്വേർഡ് സംഭവം. അത് പക്ഷെ ചെറുപ്പത്തിൽ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ചെയ്തിട്ടില്ലേ? ചെയ്യാൻ പാടുള്ളത് പിന്നെ ആലോചിക്കുമ്പോ ഭയങ്കര റിഗ്രറ്റാ. ഭയങ്കര ബാഡായിരുന്നു അത്. ഞാൻ അങ്ങനെ എന്തോ ചെറുപ്പത്തിൽ ഇതുപോലെ ഇന്നാരോ മോട്ടിവേറ്റ് ചെയ്തിട്ട് മോട്ടറാക്കിയിട്ട് ഞാൻ ലൈറ്ററാ അങ്ങനെ എന്തോ ഒരു കാണാൻ രസമുള്ള എന്തോ സാധനം എടുത്ത് ഓടിണ്ട്. അടുത്ത ഇയാളിപ്പോ പുറകെ വന്നിട്ടുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ അത് പിന്നെ ആലോചിക്കുമ്പോ നമുക്ക് ചെറിയ പ്രായത്തിൽ അങ്ങനത്തെ ഒക്കെ പിന്നെ ആലോചിക്കും എന്തിനാ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, വെറുതെ ചെറുപ്പത്തിലുള്ള ഒരു ഇത്. എനിക്ക് കുറെ ഓക്വേർഡ് ആയിട്ടുള്ള സംഭവം. ഞാൻ മറ്റേ ഷോപ്പിലെ മറ്റേ കള്ളന്മാരാണ് ഇത് എങ്ങനെയാന്ന് അറിയോ, മറ്റേ ഡ്രസ്സിന്റെ മേലെ കിട്ടുന്ന ഒരു സാധനം ഇല്ലേ, മറ്റേ ബീപ്പ് അടിക്കുന്ന ഒരു സെൻസറുള്ള സാധനം. അതെനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ ആർക്കും വേണ്ടാത്ത സാധനമാണല്ലോ അവരിങ്ങനെ നീയൊക്കെ ഇവിടുന്ന് ജോലി കഴിഞ്ഞ് പോകുമ്പോഴേ എപ്പോഴും പുറത്ത് ചെക്ക് ചെയ്തിട്ട് ലിഫ്റ്റിംഗ് രീതിയല്ല ആ സാധനം മനസ്സിലായില്ല. ഒരു വൈറ്റ് കളർ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്ന സാധനം ഉള്ളത്. അതായത് ഇങ്ങനെ പോകുമ്പോ അത് സെൻസറാണ്. ഞാൻ പോക്കറ്റിലിട്ട് ആർക്കും വേണ്ടാത്തതല്ലേ ഇത്. അത് മാത്രം ഡ്രസ്സില്ല, ഡ്രസ്സൊന്നുമല്ല. അത് വല്ലാത്തൊരു ആഗ്രഹമായി. അപ്പൊ ഞാനിങ്ങനെ കിടക്കുമ്പോ സൗണ്ട് അടിക്കും, എല്ലാരും എന്നെ ചെക്ക് ചെയ്യും, ഒന്നുമില്ല. എന്നിട്ട് അവസരം ഞാൻ പിടിച്ചോ കൊടുത്തിട്ട് അയ്യോ ഞാൻ സിനിമയിലെ കണ്ടിട്ടുള്ളൂ എന്റെ ലൈഫിൽ പല കാര്യങ്ങളും. അന്ന് പക്ഷെ ഞാൻ ചെറിയ കുട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. ചെറുപ്പത്തിലാണ് ആലോചിക്കണം, അതായത് സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് അത്യാവശ്യം കലിരിപ്പുണ്ടായിരുന്നു സ്കൂളിൽ. അതന്നെ ലിസ്റ്റ് നീളം പെട്ടെന്ന് ഓരോന്ന് ഓർമ്മ. ഇൻട്രസ്റ്റിംഗ് ആയി.
ഓക്കെ, അടുത്തൊരു അതിഭീകര സിനിമ മൊമെന്റ്. അല്ല അത് കുറേ ഉണ്ട്. എൻ്റെ ഫസ്റ്റ് ഞാൻ തോന്നുന്നു നരൻ, ഞാൻ നമ്മുടെ നാട്ടിലുള്ള നരൻ എന്ന് പറഞ്ഞ സിനിമ നാട്ടിലുള്ള അപ്പോൾ തിയേറ്റർ ഇല്ല, സെബീന തിയേറ്റർ. ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി തുടങ്ങി ഭയങ്കര കുറച്ച് ലേറ്റ് ആയിട്ടാണ്. വീട്ടിൽ നിന്നൊക്കെ കുറച്ച് പണ്ടൊക്കെ തിയേറ്ററിൽ കൂടെ പിന്നെയാണ് മെല്ലെ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാൻ നരൻ കാണാൻ പോയത് ഭയങ്കര സീറ്റൊന്നുമില്ല. സീറ്റ് ഉണ്ട്, ഫസ്റ്റ് ഹാഫിൽ സീറ്റ് ഉണ്ട്. ചെറിയ തിയേറ്റർ അല്ല, വലിയ തിയേറ്റർ, പക്ഷേ AC ഇതൊന്നുമില്ല. അവിടെ തന്നെ അങ്ങനെ ഉണ്ടാവില്ല, എല്ലാവരും നിലത്തൊക്കെ ഇരിക്കും. അങ്ങനത്തെ തിയേറ്റർ അത് നമ്മൾ ലോക്കൽ സെബീന തിയേറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇൻ്റർവെല്ലിന് സീറ്റ് ഉണ്ടായിരുന്നു. ഇൻ്റർവെല്ലിന് പോയി തിരിച്ചു വന്നപ്പോൾ അവിടെ സീറ്റൊന്നുമില്ല. അവിടെ ആൾക്കാർ ആരോട് ചോദിക്കാനൊക്കെ പേടിയാണ്, ഈ ചേട്ടൻ്റെ സീറ്റാന്ന് പറയാനൊക്കെ പേടി. എന്നിട്ട് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് പക്ഷേ എന്നിട്ട് ആവേശം കൊണ്ട് കണ്ടവര് അതൊക്കെ ഭയങ്കര തിയേറ്റർ ഒരു സിനിമ കണ്ടതിൻ്റെ ഒരു വേറെ മെമ്മറി അല്ലേ. ദൃശ്യക എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ട കാന്താര, അത് ഫാമിലി എല്ലാവരുമായിട്ടാണ് കണ്ടത്. അതൊരു കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടമായി. ഭയങ്കരമായിട്ട് ഫുൾ ഗൂസ് ബംസ് ആയിരുന്നു. ഓ, അതിന്റെ ക്ലൈമാക്സ് വേറെ അതിഭീകരം. കറക്റ്റ്. അടുത്തൊരു അതിഭീകര സിനിമ ഫ്രണ്ട്. എനിക്ക് ലുക്മാൻ അടുത്തിരിക്കണോണ്ട് എനിക്ക് തോന്നിട്ടോ. അല്ല, എനിക്ക് അങ്ങനെ ഫിലിം ഫ്രണ്ട്സ് കുറവാണ്. അപ്പൊ ലുക്കു ഇസ് വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്. എനിക്ക് പക്ഷെ കുറെ ഉണ്ട് ആ ഫ്രണ്ട്സ് ഒരാളെന്നല്ല ഇപ്പൊ ഇപ്പോഴും. അതെ, കുറെ അങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ എന്തെങ്കിലും വരുമ്പോ പെട്ടെന്ന് കോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാള് ഈ പറഞ്ഞ പോലെ തന്നെ മുസ്ലിം പരാരിണ്ട്, റഹ്മാൻ ഖാലിദുണ്ട്, അർഷദ് ഖാൻ, അഷ്റഫ്, അങ്ങനെ പറഞ്ഞ ലൈൻ ലിസ്റ്റ് അതെന്താന്ന് വെച്ചാൽ ഞാൻ ഇവരൊക്കെ ഇടയിലാണ് ഞാൻ സിനിമയിലേക്ക് ഇങ്ങനെ വന്നത്. ഇവരൊക്കെ ഇടയിൽ നിന്നുകൊണ്ടാണ്. ഇവരൊക്കെ എന്നെ പല രീതിയിൽ ആസ് എ പേഴ്സൺ, ആസ് എ ആക്ടർ പിന്നെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവർ എനിക്ക് വേണ്ടിയിട്ട് തന്നെ പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവരൊക്കെ അത്രയും പ്രിയപ്പെട്ടവരാണ്, അവരൊക്കെ എൻ്റെ ചുറ്റുള്ളവർ. ഓക്കെ, അതുപോലെ സിനിമയിൽ ധൈര്യം ഇല്ലാത്തതിൻ്റെ ഒരു കാര്യം കാണുന്നുണ്ട്. അങ്ങനെ പറയണ്ടല്ലോ അനു, ധൈര്യം നിനക്ക് അതിനുള്ള ധൈര്യം ഇല്ലേന്ന്. റിയൽ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാ? ധൈര്യം ഉള്ള ആളുകളാണ്? ലുക്കിനോ ധൈര്യം കൂടുതലാ, കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ. അതെ, ധൈര്യം എന്ന് പറഞ്ഞാൽ ഉണ്ട്, ധൈര്യം കൂടുതലാണ്. എനിക്ക് തന്നെ ധൈര്യം കൂടുതൽ. പക്ഷെ ഞാൻ ധൈര്യം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. ധൈര്യം കുറച്ച് അധികമായാലും പ്രശ്നമാണ്. അതെ അതെ അതെ, കുറച്ച് പേടി വേണം ഒരു മനുഷ്യന്. എല്ലാത്തിനും ധൈര്യം ഉണ്ടെങ്കിൽ ഇത്ര മരുന്ന് ചാടാനൊന്നും പറ്റില്ലല്ലോ. ബുദ്ധിയില്ലാത്ത പ്രശ്നമല്ലേ. അപ്പോൾ എല്ലാത്തിനും ഒരു മീറ്റർ. പക്ഷേ ധൈര്യം ഉണ്ട് നമുക്ക്, നമ്മുടേതായ കാര്യങ്ങൾക്ക് നമ്മുടെ ചുറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എല്ലാത്തിനും ധൈര്യമാണ്. അർജുൻ അത്ര ധൈര്യം ഇല്ല. അർജുൻ പക്ഷെ ധൈര്യം എന്ന് പറഞ്ഞാൽ അർജുൻ പെൺകുട്ടികളോട് സംസാരിക്കുമ്പോഴാണ് പ്രശ്നം. ഇൻട്രോവേർട്ട് ആണ്, അതായത് ഇൻവേർട്ടറാണ്. അതായത് അവന്റെ ഫാമിലി, ഫ്രണ്ട്സ്, നാട്ടിലെ ഫ്രണ്ട്സിനോടൊന്നും പ്രശ്നമില്ല. പക്ഷെ അവനക്ക് പിന്നെ പുതിയ പെൺകുട്ടികളൊക്കെ വന്ന് അവരുടെ അടുത്തിരിക്കുക, അവരോട് ഇപ്പൊ ഇഷ്ടം തോന്നി ഇഷ്ടം പറയാന്നൊക്കെ പറഞ്ഞാൽ അവന് അങ്ങനെയുള്ള ആളുകളുണ്ടാവും നമ്മുടെ ഇടയിൽ ഉണ്ടാവും. ചില പെൺകുട്ടികൾ വന്ന് സൈലന്റ് ആയി പോകും, മിണ്ടാതിരിക്കുന്നവരുണ്ടാവും. അങ്ങനത്തെ ഒരു മച്ചനാണ് അർജുൻ. അതുപോലെ പടത്തിൽ മ്യൂസിക് ചെയ്തേക്കുന്നത് ബിബിൻ അശോകനാണ്. നമ്മുടെ വട്ടേപ്പം, അതുപോലെ തന്നെ ഓണമൂട്, ഇതൊക്കെ ഭയങ്കര ഹിറ്റാ. അപ്പൊ ഈ പടത്തിൽ പാട്ട് ചെയ്യുന്നതിന് മുമ്പും ഇതുപോലെ ഹിറ്റാവെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും ഓരോ സോങ്സ് എഴുതിയിട്ടുണ്ടാവണേ. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഓരോ സോങ്ങും നിങ്ങളുടെ കുറെ ഡാൻസ് ഒക്കെ കണ്ട്. ഉറപ്പായിട്ട് എന്താ റൊമാൻറ്റിക് മൂവി ആകുമ്പോൾ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സോങ്സ് ആദ്യം ഹിറ്റ് അടിക്കണം. ഐ മീൻ സെൻസ് സോങ്സ് ആളുകളുടെ മനസ്സിലുണ്ടാവണം. അപ്പോഴേ ആളുകൾക്ക് അത് കൂടുതൽ കണക്ട് ആവുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇറങ്ങിയ പ്രേമവതി ആണെങ്കിലും പ്രേമവതി അതിനുശേഷം ഡെല്ലുലു, ഇത് രണ്ടും ഇറങ്ങിയില്ല. ഇനിയും സോങ്സ് ഇറങ്ങാനുണ്ട്. ഈ രണ്ട് പാട്ടും ലിറിക്സ് ചെയ്തുള്ളത് കാർത്തിയാണ്, നമ്മുടെ ജിംഖാനയുള്ള കാർത്തി. കാർത്തി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. കാർത്തി, അശ്വിനൊക്കെയാണ് പിന്നെയുള്ള ബാക്കി. അപ്പൊ ഞങ്ങൾക്ക് സോങ്സ് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഇറങ്ങി രണ്ട് പാട്ട് ലിറിക്സ് ചെയ്ത് പ്രേമവതിയും ഡെല്ലുലും. ഡെല്ലുലു പാടിയത് ഫെജോ ആണ്, പ്രേമവതി സിദ്ധാണ്, സിദ്ധ്. അപ്പൊ ആ ഏരിയ ഭയങ്കര ഞങ്ങളെ ഹാപ്പിയാണ്. ആളുകൾക്ക് ഭയങ്കരമായിട്ട് പ്രേമവതി ആണെങ്കിലും ഇപ്പൊ ഡെല്ലുലു ഭയങ്കര ഡാൻസ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് പ്രൊമോ സോങ്ങാ. അപ്പൊ അതിപ്പോ ഞങ്ങൾ ഈ അടുത്ത് ഷൂട്ട് ചെയ്തതാ പ്രൊമോഷൻ. പക്ഷെ അത് അടിപൊളിയായിരുന്നു, നല്ല ടീമായിരുന്നു. ജാമും ജൂഡും ഒക്കെ കൂടിയിട്ടാണ് അത് പ്രൊമോ സോങ് ചെയ്തത്. പക്ഷെ മൊത്തത്തിൽ സോങ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ സിനിമ കൂടി അങ്ങനെ വരട്ടെ. അതെ അതെ, ഉറപ്പായിട്ടും. ഡാൻസ് കളിച്ചിട്ട് എങ്ങനെയുണ്ടായി?
ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് സൂപ്പറായി. ഒരു ദിവസം 2 ദിവസം പ്രാക്ടീസ് ചെയ്തു. പിന്നെ ജൂഡ് നന്നായി നമ്മളെ ഹെൽപ്പ് ചെയ്തു. ജൂഡാണ് ഇതിന്റെ കൊറിയോഗ്രാഫർ. ദൃശ്യമൊക്കെ കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് മൊത്തത്തില് എല്ലാവർക്കും ഉണ്ട്. അല്ല, അത് ആ സോങ്ങിന് അവരുടെ കോൺസെപ്റ്റ് അങ്ങനെയായിരുന്നു. അതെ, ആദ്യം മൈൻഡ് ചെയ്യാണ്ട് ലാസ്റ്റ് ഇതാണല്ലോ ഐഡിയ ആയിരുന്നു. പിന്നെ നമ്മളത് 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാ. പക്ഷെ അവര് നന്നായി ചെയ്തു കേട്ടോ. അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കണേ. അതെ അതെ ആ പാട്ട് ഇപ്പൊ ട്രെൻഡിങ്ങിലുണ്ട്. അതെ, ട്രെൻഡിങ്ങിലുണ്ട്. പ്രേമവതി രണ്ടും അടിപൊളി. ഈ നിങ്ങൾ രണ്ടാളെ സിനിമയിൽ കാണാൻ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാപ്പി വെഡിങ് കഴിഞ്ഞിട്ട് എവിടെ പോയി ഞങ്ങൾക്ക് കാണാൻ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണെന്ന് ഞാൻ കണ്ടു. അങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞ് ഇനിയും മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇനി സിനിമയിലേക്ക് സജീവമാവാൻ പോവാണ്. നമ്മൾ ഒരുപാട് സിനിമയിൽ കാണട്ടെ. ഇനി ഇവിടെ കുറേ തവണ വരട്ടെ. തീർച്ചയായിട്ടും. ലുക്മാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു 30 തവണ പറഞ്ഞു നാച്ചുറൽ ആക്ടിങ്. ലുക്മാൻ്റെ ഏത് സിനിമ കണ്ടാലും ആസ് എ സിനിമ കാണുന്ന ആള് ഞാൻ പറയാണ് ഭയങ്കര നാച്ചുറലാണ്. നമുക്ക് ജീവിക്കുകയാണ് അല്ലെ, അഭിനയിക്കാൻ നമുക്ക് തോന്നൂല. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ടിങ് ഒക്കെ. കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാ. ഇനി കുറെ സിനിമയിൽ അടിപൊളിയായിട്ട് അഭിനയിക്കുക. നമ്മുടെ തല്ലുമല കയറി കഴിഞ്ഞ് ഞാൻ ഫുൾ സ്റ്റോക്കിംഗ് ആയിരുന്നു. സോ ഇനിയും രണ്ടാളെയും അടിപൊളിയായിട്ട് കണ്ടേ. അതിഭീകര കാമുകൻ ആവട്ടെ. എല്ലാവരും 14 സിനിമ ആണ്, വന്ന സിനിമ ആണ്, ഫാമിലി എന്റർടൈനർ ആണ്. അപ്പൊ ഫാമിലി ആയിട്ട് വന്ന് ക്ലീൻ യു. നിങ്ങൾ നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്സ് ഒക്കെ? എന്റെ ടിക്കറ്റാക്കി ആയിരിക്കും. എന്റേത് ഡോസ് ഉണ്ട്, പിന്നെ എനോമി. അത് റിലീസിനുണ്ട്. എനോമി റിലീസിനുണ്ട്. എനോമിയിൽ ഒരു ചെറിയ ക്യാരക്ടറാണ്, പക്ഷെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാത്തിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഡോസിലും അതെ. അതിഭീകര കാമുകനിൽ ഭയങ്കര ഡിഫറൻസ് അങ്ങനെ ഫീൽ ചെയ്യൂല. സാധാ ഒരു കോളേജ് ഗേൾ. പക്ഷേ അടിപൊളിയായിരിക്കും. അനു രണ്ടാളും പൊളിക്കട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.